വൈദിക സമിതിയിൽ പ്രശ്നമുണ്ടായി. 9,50,000 സ്ഥലം വെക്കാമെന്ന് തീരുമാനിച്ചതാണ്. 3 ഏക്കർ വെക്കുമ്പോ നമ്മൾക്കൊരു 27 കോടി രൂപ കിട്ടണം. എന്ത് ചെയ്യും സാജു എന്ന് ചോദിച്ചപ്പോൾ സാജു വർഗീസ് പറഞ്ഞു, പിതാവേ, ഞാൻ അഡ്വാൻസ് കൊടുത്ത ഒരു സ്ഥലമുണ്ട്. ഞാൻ അഡ്വാൻസ് കൊടുത്ത കോട്ടപ്പടി എന്ന കോതമംഗലം രൂപതയിലുള്ള കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. 70 ഏക്കർ ഭൂമിക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഭൂമി മേടിച്ചാൽ ഇത് തികയാതെ വന്ന പണം ആ ഭൂമി മറച്ചു വിറ്റ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ ആധാരം നടത്തിയ 3,99,00,000 വേണ്ടി ഞാൻ മുഴുവൻ പൈസയും കൊടുത്ത ദേവികുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ 17 ഏക്കർ സഭയുടെ പേരിൽ ഞാൻ എഴുതിത്തരാം. അത് സ്വീകരിച്ച് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അവന്റെ ആധാരത്തിൽ കിട്ടുന്ന 3,99,00,000 വേണ്ടിയാണ് ദേവികുളത്ത് 17 ഏക്കർ ഭൂമി അതിരൂപതയുടെ പേരിൽ മേടിക്കുന്നത്. അത് ആലഞ്ചേരി പിതാവിന്റെ പേരിലോ ജോഷിയച്ചന്റെ പേരിലോ മോൺസിഞ്ഞോർ അച്ഛന്റെ പേരിലോ അല്ല മേടിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേരിലാണ്. ചാനലിൽ നിന്ന് എല്ലാവരും പറഞ്ഞു അത് എക്കോളജിക്കൽ ഫ്ലഗയിൽ ലാൻഡാണ്. പാരിസ്ഥിതിക ദുർബല പ്രദേശം, ആനയിറങ്ങുന്ന സ്ഥലം. എന്താക്ഷേപം പറഞ്ഞോളൂ, നല്ല ഏലത്തോട്ടമാണ്. കസ്തൂരി രംഗനില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഇടുക്കി ജില്ലയിലുണ്ടോ? ആർക്കെങ്കിലും പറയാമോ കസ്തൂരി രംഗനില്ലാത്ത ഇടുക്കി ജില്ലയിൽ ഏതെങ്കിലും സ്ഥലം? അവിടെ വിൽപ്പന നടക്കുന്നില്ലേ? മൂന്നാറെന്ന് പറഞ്ഞാൽ പൊന്നും വില കൊടുത്ത് ആളുകൾ ഇവിടുന്ന് എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെ ആളുകൾ ഇഷ്ടമായി പോയി മേടിക്കുന്നു. എന്നാരെങ്കിലും മേടിക്കുന്നു. പറയുന്ന പൈസക്കാ കച്ചവടം നടക്കുന്നത്. അവര് വെറുതെ പോയി മേടിക്കുന്നതാണ്. അപ്പൊ എറണാകുളം അങ്കമാലി രൂപയ്ക്ക് ഒരു 17 ഏക്കർ കിട്ടിയപ്പോൾ അതിന് വിലയില്ലാത്ത ഭൂമി, എക്കോളജിക്കൽ ഫ്ലഗയില്ലാണ്ട് 5 ലക്ഷം പോലും വിലയില്ല. 1 രൂപ കൊടുക്കാതെ അത് മേടിച്ചത്. സ്റ്റാമ്പ് പേപ്പറിൽ ഒരു 44 ലക്ഷം രൂപ മാത്രമേ അതിരൂപത മുടക്കിയിട്ടുള്ളൂ. എക്കോളജിക്കൽ ഫ്ലഗയില്ലാണ്ട് എന്ന ഭൂമി ഒരിക്കലും ഒരു ആധാരം ചെയ്യാൻ പറ്റില്ല. ആധാരത്തിന്റെ പാരഗ്രാഫിൽ നമ്മൾ എഴുതണം, ഈ ഭൂമി പാരിസ്ഥിതിക ദുർബല പ്രദേശത്തിൽപ്പെട്ടതല്ല എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ആധാരം നടക്കും. അപ്പോ പാരിസ്ഥിതിക ദുർബല പ്രദേശമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ ഭൂമിക്ക് വേറെ എന്തെങ്കിലും പട്ടയ സംബന്ധമായി നോക്കിയിട്ടുണ്ടെങ്കിൽ പോക്കുരു ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമി പോക്കുരു ചെയ്ത് കണ്ടപ്പേര് പിടിച്ച് കലം തീർത്ത റെസിപ്റ്റ് അരമനയിലുണ്ട്. ആ രേഖ ഞാൻ കണ്ടിട്ടുള്ളതാണ് കേസിന്റെ ആവശ്യത്തിന്. ആ ഭൂമിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ തരാനുള്ള പൈസക്ക് സെക്യൂരിറ്റിയായ ഭൂമി മേടിച്ച് തെറ്റായിപ്പോയോ? ഒരു രേഖയും അവിടെ മേടിച്ചില്ലെങ്കിൽ ശരിയാണ്. കോട്ടപ്പടി ഭൂമി 70 ഏക്കർ സ്ഥലം നിരന്ന റബ്ബർ തോട്ടമാണ്. കോതമംഗലം രൂപതയോട് ആലോചിച്ചിട്ടില്ല, അത് ശരിയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത അല്ലെങ്കിൽ ഏതെങ്കിലും രൂപതകൾ മറ്റു രൂപതകളിൽ പോയി സ്ഥലം മേടിക്കുമ്പോൾ സാധാരണ പറയാറുണ്ടെന്ന് ഞാൻ അന്വേഷണത്തിൽ പറഞ്ഞ് മനസ്സിലായി. അവരോട് പറയുക ആലോചിക്കുക ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഭൂമിക്ക് വിലയില്ലാതാവില്ലല്ലോ? ഈ ഭൂമി നേരിൽ വസ്തു കണ്ട ആളാണ് ഞാൻ. അവിടെ ഒരു പ്ലോട്ട് തിരിച്ചാൽ 2 ലക്ഷം രൂപ വില കിട്ടുന്ന ഭൂമിയാണ്. അപ്പൊ ചോദിക്കും, സഭയ്ക്ക് പ്ലോട്ട് തിരിച്ച് റിയൽ എസ്റ്റേറ്റ് പണിയാണോ എന്ന് ചോദിക്കും. അങ്ങനെ തന്നെ എല്ലാവരും ചോദിക്കുക. വിമർശിക്കുന്നവർക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം, അങ്ങനെ തന്നെ ചോദിക്കും. സഭയ്ക്ക് പണിയൊന്നുമില്ല. സാജു വർഗീസ് എന്ന ഇടക്കാരൻ പറഞ്ഞതാണ്, പിതാവെ, ഞാൻ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന പൈസക്ക് 70 ഏക്കർ ഭൂമിയുണ്ട്. അത് മേടിക്കാനും എടുത്ത ആളുണ്ട്. 3 മാസം കൂടി ഇടപാടുകൾ തീരും, ഒരാളും അറിയില്ല. ഈ ഭൂമിയെ കച്ചവടം ചെയ്ത് അത് ലാഭം കിട്ടുന്ന പൈസയും ഞാൻ രൂപതയ്ക്ക് തന്നോളാം. ഇത് ആലഞ്ചേരി പിതാവിനോട് മാത്രമല്ല പറഞ്ഞത്, സഹായപത്രന്മാരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സഹായപത്രന്മാരെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ ഭൂമി പഠിക്കാൻ എവിടുന്ന് പൈസ കണ്ടെത്തുമെന്ന് ചോദിച്ചപ്പോഴാണ് എറണാകുളത്തെ പെരുമാനൂര് സ്റ്റേഡിയം തേവര എന്നുള്ള 3 സ്ഥലങ്ങളും കുറച്ച് പൈസയും കൂടി കൊടുത്ത് അത് മേടിക്കാം എന്ന തീരുമാനത്തിലേക്ക് രൂപത വരുന്നത്.
ആദ്യ പിതാവ് ഒറ്റക്കെടുത്ത തീരുമാനമല്ല. ആദ്യ പിതാവ് ഒറ്റക്കെടുത്ത തീരുമാനമല്ല. തെളിവുകളുണ്ട്. അതിന് 25 ഏക്കർ റോഡ് സൈഡ്, ബസ് പോകുന്ന റോഡിന്റെ റോഡ് സൈഡ് 25 ഏക്കറാണ് അളന്ന് തിരിച്ച് ആദ്യമായിട്ട് രൂപതയുടെ പേരിൽ എഴുതിയത്. കാരണം ഭൂമി ലോൺ എടുത്താണ് അഡ്വാൻസ് കൊടുക്കുന്നത്. അതിനുവേണ്ടിയും 12 കോടി രൂപ ലോൺ എടുത്തു. ഈ ആധാരം നടക്കുന്നത് 2017 സമയത്താണ്. അപ്പോൾ അതിനൊരു ഉപകഥയും കൂടിയുണ്ട്. ആരും അറിയാതെ മറഞ്ഞിരിക്കുന്ന ഒരു ഉപകഥ. 2016 കാലഘട്ടത്തില് ലിസി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്, ലിസി ഹോസ്പിറ്റൽ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ലിസി ഹോസ്പിറ്റലും ഇനി വളരാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെയും വളർത്തണം. അതിനുവേണ്ടി എറണാകുളത്തിന്റെ പ്രാന്തപ്രദേശത്ത് എവിടെയെങ്കിലും കുറച്ചധികം സ്ഥലം മേടിക്കണമെന്ന് ആലോചിക്കുന്നു. ലിസി ഹോസ്പിറ്റലിന്റെ ഉത്തരവാദി ആരാണ്? അതിന്റെ അധികാരി ഇടയന്ത്രത്തെ പിതാവാണ്, ആഞ്ജലി പിതാവല്ല. അതിന്റെ ഡയറക്ടർ വൈകിട്ട് പ്രകടനത്തിനാണ്. ഇടയന്ത്രത്തെ പിതാവിനോടൊപ്പം ഗുണ്ടയായിട്ട് നടക്കുന്ന വൈകിട്ട് പ്രകടനത്തിനാണ്. ആ വാക്കേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് ലിസി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? എത്ര മഹാന്മാരായ വൈദികരിരുന്ന ആ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നയാളെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റൂ? നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് അവിടെ ഡോക്ടേഴ്സോ നഴ്സുമാരോ ഉണ്ടെങ്കിൽ രഹസ്യമായിട്ടൊന്ന് ചോദിക്കണം. ഒരു ആതുരാലയം എങ്ങനെയാവണമെന്ന മാതൃകയായിരുന്ന ലിസി ഹോസ്പിറ്റലിന്റെ ഇന്നത്തെ അവസ്ഥ. അസ്റ്റർ മെഡിസിറ്റിയോടും മത്സരിക്കുന്ന രീതിയിലെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. ഞാൻ അനുഭവസ്ഥനാണ്. എന്റെ പിതാവിനെ ട്രീറ്റ്മെന്റ് നടത്താൻ പോയപ്പോൾ ഞാൻ അനുഭവസ്ഥനാണ്. അധിക സമയമൊന്നുമായിട്ടില്ല, ഒരു 6 മാസം മുമ്പ്. ഞാൻ അവിടെ നിന്ന് നോക്കി ഇതിൽ നടന്ന അസ്റ്റർ മെഡിസിറ്റി ആണെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. 2 സ്ഥലത്ത് കച്ചവടമാണ്. കുറച്ചുകൂടി സേഫ് അസ്റ്റർ മെഡിസിറ്റി. വൈകിട്ട് പറമ്പിലച്ഛൻ ടാർജറ്റ് കൊടുത്തിട്ട് ഡോക്ടേഴ്സിന് വിടുന്നത് എക്സ്റേക്കും സ്കാനിങ്ങും. അതവിടെ മാറി നിൽക്കട്ടെ. ഇതിന്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ചുമതലക്കാരൻ സഹായമെത്താൻ ഇടയന്ത്രത്തെ പിതാവിനാണ്. ആലഞ്ചേരി പിതാവ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഒരു കാര്യങ്ങളും അറിയുന്നില്ല. അതിന്റെ എല്ലാം കസ്റ്റോഡിയൻ ഇടയന്ത്രത്തെ പിതാവാണ്. അരമനയിലെ അധികാരങ്ങളുടെ വിഭജനം അങ്ങനെയാണ്. ഈ ഹോസ്പിറ്റലിന് വേണ്ടി കടക്കണി എന്ന ഉദ്ഘാടനത്തിനും സർക്കിളിനോട് സഹായമെത്താനും കോലകോലും കൊട്ടിഘോഷിച്ചപ്പോൾ ലിസി ഹോസ്പിറ്റലിന് വേണ്ടി 55 കോടി രൂപ കൊടുത്തിട്ടാണ് 5 ഏക്കർ സ്ഥലം കാക്കനാട് മേടിച്ചത്. കള്ളം പറയുന്നതല്ല, ഞാൻ കള്ളം പറയുന്നതല്ല. അതിന് ആധാരങ്ങളുണ്ട്. 5 ഏക്കർ സ്ഥലത്ത് 2 ഏക്കർ പാടമാണ്, നികത്താത്ത പാടമാണ്. മണ്ണടച്ച് ഫില്ല് ചെയ്യണം. സെന്റിന് 10 ലക്ഷം രൂപ വെച്ച് 5 ഏക്കർ സ്ഥലത്തിന് 50 കോടി രൂപ, 10% സ്റ്റാമ്പ് രജിസ്ട്രേഷൻ ഫീസ് അടക്കം 55 കോടി രൂപ ലിസി ഹോസ്പിറ്റൽ മുടക്കിയാണ് മേടിച്ചത്. ലിസി ഹോസ്പിറ്റൽ എറണാകുളം അതിരൂപതയിൽ തന്നെയല്ലേ? അത് സീറോ മലബാർ സഭയ്ക്കല്ലല്ലോ. ഇവർക്ക് കടമാണെങ്കിൽ അവിടെ 55 കോടി രൂപ കൊടുത്ത് സ്ഥലം മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിൽ അവർക്ക് നഴ്സിംഗ് ഹോസ്റ്റലൊക്കെ പണിതാൽ പോരെ? എന്തിന് 5 ഏക്കർ സ്ഥലം മേടിക്കണം? അതാണ് അതിലെ കച്ചവടം എന്ന് പറയുന്നത്. പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവം പുറത്തു കൊണ്ടുവരും. മറ്റൊരു ഭൂമി ഇടപാടും ലിസി ഹോസ്പിറ്റലിന്റെ ഇടപാടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരുമെന്ന് ഞാൻ പറയുകയാണ്. ദൈവം ഇടപെടും. എറണാകുളം അങ്കമാലി അതിരൂപത കടക്കണിയിലാണെങ്കിൽ ലിസി ഹോസ്പിറ്റലിന് വേണ്ടി എന്തിന് 55 കോടി രൂപ മുടക്കി? ഇതുവരെ ഒരു ചാനലിലും ആരും പറഞ്ഞിട്ടില്ല. അഥവാ പറയാൻ ശ്രമിച്ച ബിനു ചാക്കോയെയും കെന്നഡി കരിമ്പങ്കാലയെയും ചാനലുകാർ ശ്രദ്ധിച്ചു പോലുമില്ല. കാരണം എന്താ? ചാനലെല്ലാം പെയ്തല്ലേ. ഇപ്പോൾ രാത്രി സദ്യകളിലൂടെ ആർക്കെതിരെയും ആർക്കും വാർത്തകൾ കൊടുക്കാം. പൈസ ഇറക്കിയാൽ തേലക്കാട്ടിലച്ഛനെന്ന മിടുക്കനായ വൈദികനെ അതിനു വേണ്ടി മാത്രം നിയോഗിച്ചിരിക്കുകയാണ്. ഇന്ന് മാതൃഭൂമി ചാനലും ഏഷ്യാനെറ്റും നമ്മൾ ഇത്രയധികം മെച്ചമായ രീതിയിൽ സഭയെ കൈവാരിത്തേക്കുമ്പോൾ ഞാൻ ഒരിക്കലും ആ ചാനലുകാരെ കുറ്റം പറയില്ല. ഞാൻ ഒരിക്കലും ഈ മാധ്യമങ്ങളെ കുറ്റം പറയില്ല. അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവർ പുറത്തേക്ക് വിടുന്നു. ചാനൽ ധർമ്മം
മാധ്യമങ്ങൾ എപ്പോഴും കണ്ണു തുറന്നിരിക്കണം. അവരെപ്പോഴും സത്യത്തിന്റെ സാക്ഷികളാവണം. അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്ന സത്യങ്ങൾ അതൊക്കെയാണ്. അത് കൊടുക്കുന്നത് വേറെ ആരുമല്ല, ഒരൽമായനല്ല, പോൾ തേലക്കാട്ടിലച്ഛനാണ്. നിങ്ങൾ ആ സത്യം അറിയണം. പോൾ തേലക്കാട്ടിലച്ഛൻ കൃത്യമായി ചാനലുകാരെ കൃത്യമായി അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇതെല്ലാം ദൈവം പുറത്തു കൊണ്ടുവരും. ഈ ലിസി ഹോസ്പിറ്റലിന് വേണ്ടി 55 കോടി രൂപ മുടക്കിയപ്പോൾ ആ പൈസ എടുത്ത് കടം വീട്ടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടപ്പടി ഭൂമിക്ക് വേണ്ടിയിട്ട് ആധാരം 25 ഏക്കർ ചെയ്തു. എല്ലാവരും ചോദിച്ചു, അവൻ പൈസ തരാനുള്ളപ്പോൾ എന്തിന് 12 കോടി രൂപ വീട്ടിൽ എടുത്തു? അവൻ പൈസ തരാൻ നിയമപരമായിട്ടല്ല, ധാർമ്മികമായിട്ടുള്ളൂ. നിയമപരമായിട്ട് തരുന്ന 13 കോടി 51 ലക്ഷം രൂപ അതവൻ തന്നു. അവൻ തരാനുള്ളതും കഴിഞ്ഞ ദിവസം ഈ കേസ് വന്നപ്പോൾ അവൻ അക്കൗണ്ടിലിട്ടു. ഇടയത്ത് പിതാവ് മാന്യനാണെങ്കിൽ ഈ കേസ് തീർക്കേണ്ടതല്ലേ? അവൻ തരാനുള്ള പൈസ അവൻ അക്കൗണ്ടിലിട്ട് കഴിഞ്ഞാൽ ഈ കേസ് തീർക്കേണ്ടതല്ലേ? ഈ പ്രശ്നം വരുമ്പോൾ സിനഡിൽ ജനുവരി 8 തൊട്ട് 13 വരെ സിനഡ് കൂടുമ്പോൾ വലിയ പിതാവ് കണ്ണീരോടെ സാജുവിനെ വിളിക്കുകയാണ്. ജോഷി അച്ഛൻ കണ്ണീരോടെ വിളിക്കുകയാണ്, സാജു, നീ ആധാരപ്രകാരം തരാനുള്ള പൈസയെങ്കിലും വിടൂ, അല്ലെങ്കിൽ നിനക്ക് ഭവിഷ്യത്തുണ്ടാവും. സിനഡ് കൂടാൻ പോവുകയാണ്. സിനഡിലെ മെത്രാന്മാർ തീരുമാനമെടുത്താൽ നീ കുടുങ്ങുമെന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. അവൻ പോയി അഭിഭാഷകനെ കണ്ടു ജാമ്യമെടുക്കാൻ. അവന്റെ അഭിഭാഷകൻ ഒരു ഹിന്ദു അഭിഭാഷകനാണെങ്കിലും ഒരു ക്രിസ്ത്യാനിയേക്കാൾ മര്യാദക്കാരനായിരുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം എന്റെ സുഹൃത്തായ ഒരു ജോർജ് കുര്യാക്കോസ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ വിളിക്കുന്നു. ജോർജ്, എന്റെ അടുത്തൊരു കക്ഷി പറഞ്ഞിട്ടുണ്ട്, സീറോ മലബാർ സഭയെ പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന കുറെ രേഖകളുമായിട്ടാണ് വന്നത്. ജോർജിൽ നിന്ന് മധ്യസ്ഥം വഹിക്കാമോ? അരമനയിൽ പ്രൊക്യുറേറ്ററിനായിട്ട് എറണാകുളം ലോ കോളേജിന്റെ ഡയറക്ടറാണ് ജോഷിയത്ത്. എറണാകുളം ഭാരത് മാതാ ലോ കോളേജിന്റെ എറണാകുളം ചൂണ്ടിയിൽ സ്ഥാപിതമാവുന്ന ആ ലോ കോളേജിൽ പല പ്രാവശ്യം മൂട്ട് കോർട്ടിൽ ജഡ്ജായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജോഷിയത്തിന് എനിക്ക് പരിചയമുണ്ട്. ആ പരിചയം ഉപയോഗിച്ച് ഞാൻ ജോഷിയത്തിന് വിളിക്കുന്നു, അച്ഛ, കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന ചില വാർത്തകൾ കണ്ടു, അച്ഛനെ എനിക്കൊന്ന് കാണണം. അച്ഛൻ ഞാൻ പോയി കണ്ടു. അച്ഛ, എന്താണ് കാര്യം? അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛ, ഒരു അവസരം വന്നിട്ടുണ്ട്. ഈ സാജു വർഗീസിന്റെ അഭിഭാഷകൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. നമുക്ക് ഈ കേസ് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തീർക്കണം, സഭയ്ക്ക് നാണക്കേടുണ്ടാവും. അച്ഛൻ പിതാവിന്റെ പക്കലേക്ക് എന്നെ കൊണ്ടുപോയി. പിതാവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ജോസ് വക്കീലിനെ വിളിച്ചു. ജോസ് വക്കീൽ പിതാവിനെ വന്ന് കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. അവന് സമയം കൊടുത്താൽ മതി, അവന് 3 മാസം സമയം കൊടുത്താൽ അതിനുവേണ്ടി അവൻ ചെക്കും സഭ പറയുന്ന എന്ത് രേഖകളിലും അവൻ ഒപ്പിട്ട് തരും. സിനഡിന് മുമ്പ് ഈ പ്രശ്നം തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സാജുവിനെ അവന്റെ അഭിഭാഷകൻ അവനെല്ലാം സമ്മതിച്ചു. ഞാനാണ് ഇത് ചെയ്തത്, ഞാൻ പൈസ കൊടുക്കാനുണ്ട്, ഞാൻ ഈ പൈസ മാർച്ച് 30 മുമ്പ് തന്നെ തീർത്തുകൊള്ളാം. അതിലേക്ക് 3 ഗഡുക്കളായി ഞാൻ ഓരോ ഇത്ര രൂപയുടെ ചെക്ക് 3 ചെക്കുകൾ തരുന്നു. അതുപോലെ അവർ താമസിക്കുന്ന 7500 സ്ക്വയർ ഫീറ്റുള്ള 7 കോടി രൂപയുള്ള വീടിന്റെ ആധാരം സെക്യൂരിറ്റി ആയിട്ട് തരുന്നു എന്ന് പറഞ്ഞ് ഒരു അണ്ടർടേക്കിംഗ് എഴുതി. ലോകത്തൊരു അഭിഭാഷകൻ പോലും സ്വന്തം കക്ഷിയെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കില്ല. സ്വന്തം കക്ഷിയെ കൊണ്ട് ഒരു അഭിഭാഷകൻ പോലും അങ്ങനെ ചെയ്യിക്കില്ല. അങ്ങനെ എഴുതി ആലഞ്ചേരി പിതാവിന്റെ പക്കൽ കൊണ്ടേ കൊടുത്തു. ആലഞ്ചേരി പിതാവ് പറഞ്ഞു, മോനെ, എനിക്ക് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഇടയത്ത് പിതാവിന്റെ മുറിയിലേക്ക് ചെല്ലൂ. ഞാൻ ജോസ് വക്കീലും അവന്റെ അഭിഭാഷകനും കൂടി അരമനയിലെ അരയണ്ടത്ത് പിതാവിന്റെ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക്. രണ്ടും നോർത്തും സൗത്തും പോലെയാണ്. കാരണം ആലഞ്ചേരി പിതാവിനെ മുഖത്തോട് മുഖം കണ്ടാൽ നേരെ നോക്കാത്തൊരു മനുഷ്യനാണ് ഇടയത്ത് പിതാവ്. ഞാൻ സാക്ഷിയാണ്. ഇടയത്ത് പിതാവ് പറഞ്ഞു, ഇപ്പോ ഈ പ്രശ്നം തീർക്കാൻ സമയമായിട്ടില്ല. എന്തിനാ സാജു രേഖകൾ തരണം? നീ പൈസ ഇടാനുണ്ടെങ്കിൽ നീ തന്നോളൂ, നിന്റെ രേഖകൾ ആവശ്യമില്ല. ഞാൻ എന്തിനോട് ചെക്ക് മേടിച്ചു വെക്കണം? നീ ഇത്ര ഉറപ്പുണ്ടെങ്കിൽ നീ പൈസ തന്നാൽ മതി. എനിക്ക് ആ ചതി മനസ്സിലാക്കി.
ഞാൻ ആലഞ്ചേരി പിതാവിനോട്, പിതാവേ ഈ രേഖ മേടിച്ചു വെക്കി, നമ്മൾക്ക് സിനഡിനെങ്കിലും കാണിക്കുന്ന ഈ രേഖ മേടിച്ചു വെക്കി. പിതാവ് പറഞ്ഞു, അവരുടെ അനുവാദമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്ത തെറ്റാവും. പിതാവ് മേടിച്ചു വെച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിയ സാജുവിനെ ഉടൻ തന്നെ അഗസ്റ്റിൻ ബർട്ടോളി യൂണിവേഴ്സിറ്റിയിൽ താമസിക്കുന്ന മാവോയിസ്റ്റുകളുടെ സഹവാസി എന്ന് പറയണം. ഇങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്കത് വിഷമവും. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അഗസ്റ്റിൻ ബർട്ടോളി അച്ഛനെ കുറിച്ചും ഉപകഥയുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ കുർബാന ഇല്ലാത്ത അച്ഛനാണ്. ജീവിതത്തിൽ ഇന്ന് വരെ കുർബാന ഇല്ലാത്ത അച്ഛനാണ്. അപ്പൊ ചോദിക്കും, സീറോ മലബാർ സഭയിൽ അങ്ങനെ വൈദികരുണ്ടോ എന്ന്. ഇവിടെ നടക്കുന്ന പലരുടെയും മൊബൈലിൽ കാണും അദ്ദേഹം ചില പോസ്റ്റിലിരിക്കുന്ന ഫോട്ടോകൾ. കാണാത്ത കാര്യമായത് കഞ്ചാവ് അടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ മാത്രമേ ആക്ഷേപങ്ങളുള്ളൂ. അദ്ദേഹത്തിന്റെ പല്ലുകൾ നോക്കണം. അദ്ദേഹത്തിന്റെ പല്ലുകൾ കാണുമ്പോൾ നോക്കണം നിങ്ങൾ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ പാടുകൾ ഇല്ലേ എന്ന് ചോദിക്കണം. ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടില്ല എന്ന് ഞാൻ പറയും. എല്ലാവരും എറണാകുളംകാർ പറയുന്നതാണ്. ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും അറിയും. അച്ഛൻ സാമൂഹ്യ പ്രവർത്തകരാണ്, നിങ്ങൾ അന്വേഷിക്കണം. ആ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് എറണാകുളത്തല്ല, അട്ടപ്പാടിയിലും വയനാട്ടിലുമാണ്. അദ്ദേഹം നയിച്ച സമരങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സമരസ്ഥലത്തെല്ലാം മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതാണ്. ഈ പ്രധാനപ്പെട്ട സമരങ്ങൾ നടന്നവർക്കെല്ലാം മാവോയിസ്റ്റ് സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ അച്ഛൻ സാജു വർഗീസിനെ വിളിച്ചു, നീ 1 രൂപ പോലും കൊടുക്കണ്ട, നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, നീ 1 രൂപ പോലും കൊടുക്കണ്ട, നീ പൈസ കൊടുത്ത് പ്രശ്നം തീർക്കരുതെന്നാ പറഞ്ഞത്. അരമനയിൽ നിന്ന് തന്നെ, നമ്മുടെ സഭയിൽ നിന്ന് തന്നെ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കാൻ കൊടുക്കും. സിനഡ് കഴിഞ്ഞു. സിനഡിൽ പൊട്ടിത്തെറി ഉണ്ടായി. വൈദിക സമിതിയിലെ പോലെ തന്നെ പിതാവ് അവിടെയും വളരെ വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് ജാഗ്രത കുറവുണ്ടായി, എനിക്ക് തെറ്റുപറ്റിയെന്ന്. അങ്ങനെ പറയുന്ന പിതാവിനോട് എല്ലാവരും ക്ഷമിക്കില്ലേ? പിതാവ് എവിടെ തെറ്റുപറ്റിയത്? പിതാവ് പറഞ്ഞതാ തെറ്റുപറ്റി. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിതാവ് സിനഡിൽ പൊട്ടിത്തെറിച്ച് പറയണമായിരുന്നു, ഇവരാണ് അതിന് കാരണക്കാരെന്ന് പറയണമായിരുന്നു. ചൂണ്ടി പറഞ്ഞായിരുന്നു, ഇതിലായിരുന്നു കാരണക്കാരെന്ന്. സിനഡ് ആ തെറ്റിപ്പോ തിരുത്തുന്നുണ്ട്, ഇപ്പോൾ തിരുത്തുന്നുണ്ട്. സിനഡ് പിതാക്കന്മാർ ഇപ്പോഴാണ് സത്യം പറഞ്ഞു തുടങ്ങിയത്. സിനഡ് കഴിഞ്ഞു, പിന്നെ ചാനലുകൾ ആഘോഷിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് പിതാവിനെതിരെ ആദ്യമായിട്ട് ഒരാൾ കേസ് കൊടുക്കുന്നത്. പോർച്ചൻ പുതുപ്പാറ എന്ന അഡ്വക്കേറ്റ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇതെല്ലാം ചാനലിൽ വന്നു. ജോഷി വർഗീസ് എന്നയാൾ കേസ് കൊടുത്തു. ഈ കേസുകൾ രണ്ടും പോലീസ് കേസെടുത്തില്ല. പോലീസ് കേസ് അന്വേഷിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കേസിലേക്ക് അന്വേഷണമൊക്കെ നടത്തി ഇത്രയും വലിയ ഫയൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്തില്ല. ഇത് സിവിൽ കേസേ ഉള്ളൂ. പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ പരാതി തരേണ്ടത് അരമനയാണ്. അതല്ലാതെ റൂട്ടിലൂടെ പോകുന്ന ജോഷി വർഗീസോ പോളച്ചൻ പുതുപ്പാറയോ ഒന്നുമല്ല. നിങ്ങൾക്കറിയാം, ചാനലിലോ ഞാൻ പറയാനറിയാം, അൽമായരുടെ അവകാശങ്ങൾ പള്ളിയിലേ ഉള്ളൂ, അരമനയിലില്ല. അവരുടെ കേസ് കോടതിയിൽ വന്നു. ഈ കൊടുത്ത കംപ്ലൈന്റും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഉണ്ട്. നിങ്ങൾ നോക്കണം. അതിലെ പ്രതികൾ 3 പേരുള്ളൂ. ഒന്നാം പ്രതി മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ, 2ാം പ്രതി മോൺസിഞ്ഞോർ വടക്കുംപാടൻ അച്ഛൻ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, 3ാം പ്രതി പ്രൊക്യൂറർ ജോഷി പുതുവാണ്. ഇനിയാണ് രസം. അതിലെ സാക്ഷികൾ: 1ാം സാക്ഷി സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിന് സഹായമത്ര, 2ാം സാക്ഷി ജോർജ് പുത്തൻ വീട്ടിൽ സഹായമത്ര, 3ാം സാക്ഷി കുര്യാക്കോസ് ഉണ്ടാകുന്നു, വൈദിക സമിതി സെക്രട്ടറി, 4ാം സാക്ഷി അഗസ്റ്റിൻ വട്ടോളി, 5ാം സാക്ഷി ജോസഫ് പാറക്കട്ടിലച്ചനെ അറിയാലോ. ധ്യാനിപ്പിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി അൽമായരെ ഉടനോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ജോസഫ് പാറക്കട്ടിലച്ചൻ ഇന്ന് പാലായിൽ ധ്യാനിപ്പിക്കാനായിട്ട് പാലക്കാട് അവിടെ പറഞ്ഞു വിട്ടു. പാലക്കാട് അവിടെ ഒടിച്ചുവിട്ടു.
പാലക്കാട് നാട്ടിലുള്ള എറണാകുളക്കാർ പറയും. അവരാ ചങ്കുറ്റം കാണിച്ചു. ഇത്രയും പേരാണ് സാക്ഷികൾ. ഒരു അൽമായിന് സാക്ഷിയില്ല, ഒരു ഇൻഡിപെൻഡന്റ് സാക്ഷി അതിനകത്തില്ല. പോളച്ചന്റെ കേസ് ആദ്യം കോടതിയിൽ വന്നു, പോളച്ചനെ വിസ്തരിച്ചു. CJM കോടതിയിൽ സാക്ഷികൾക്ക് സമൻസ് അയച്ചു. പോളച്ചൻ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ വരും ഈ സാക്ഷികളെ. സഭയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് നിങ്ങളോട്. കോടതിയിൽ പോളച്ചൻ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ വരും സാക്ഷികൾ അറിയിക്കുക. കോടതി ചിരിച്ചു. ഞാൻ കോടതിയിലുണ്ടായിരുന്നു, സഭയെ സ്നേഹിക്കുന്ന ഒരുപാട് വർഷം കോടതിയിലുണ്ടായിരുന്നു. പോളച്ചൻ പറഞ്ഞു, എനിക്ക് സമൻസ് പരിഹാരം തന്നോളൂ. കോടതി ചിരിച്ചു. ആനന്ദരിപ്പിതാവിനെതിരെ മൊഴി കൊടുക്കാൻ ആരാ പറഞ്ഞത്? സഹായമെത്രാന്മാർ, വൈദികർ, അവർ വരട്ടെ. സമൻസ് കൊടുത്തു. അന്ന് തന്നെ പോളച്ചൻ സമൻസ് അറമയിൽ കൊണ്ടേ കൊടുത്തു. അന്ന് CJM കോടതിയിൽ അവർ വന്നായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സഹായമെത്രാന്മാരെ ഹോസ്പിറ്റലിൽ കാണേണ്ടി വന്നു. അവര് ജോബി സിറിക്കൽ അഭിഭാഷകനെ വിട്ടു, ലിറ്റോ പാലത്തിങ്കൽ എന്ന് പറഞ്ഞ അഭിഭാഷകനെ വിട്ടു. അവര് പിതാക്കന്മാർക്ക് വേണ്ടി ലിറ്റോ പാലത്തിങ്കൽ, അച്ഛന്മാർക്ക് വേണ്ടി ജോബി സിറിയക്കിന്റെ പേര് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയാണ്. ലിറ്റോ പാലത്തിങ്കലിന്റെ പേര് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയാണ്. അവര് കോടതിയിൽ കേസ് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇവരെല്ലാം പ്രീ ഓക്യുപ്പൈഡ് ആണ്, അവരുടെ ചില പ്രോഗ്രാമുകൾ പ്രീ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സമയം വേണം. കോടതി പറഞ്ഞു, സമയം തരാം, ഉച്ച കഴിഞ്ഞ് വരണം, അതിൽ കൂടുതൽ സമയം തരാൻ പറ്റില്ല, ഇത് പ്രമാദമായ കേസല്ലേ. ആദ്യം 1 മാസം ചോദിച്ചു, പിന്നെ 2 ആഴ്ച ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. കോടതി സമയം അനുവദിച്ചില്ല. പോളത്തിനോട് ആർഗ്യൂ ചെയ്തോളാൻ പറഞ്ഞു. പോളത്തിന് ആർഗ്യൂ ചെയ്തു. വൃത്തിയായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി ഉത്തരവിട്ടു, കൃത്യമായ ഉത്തരവ്. ഇതിനെ കൃത്യമായ വിശകലനത്തോടുകൂടി ഉത്തരവ്. കേസ് തള്ളി കാട്ടിലേക്ക് എറിഞ്ഞു. സിവിൽ നയിച്ചതാണ്. ലോകസ്റ്റാൻഡിയില്ല. പോളച്ചന് പരാതിപ്പെടേണ്ടവർ അരമനയാണ്, അവരാരും പരാതിപ്പെട്ടിട്ടില്ല. ലോകസ്റ്റാൻഡിൽ അവർ കേസ് തള്ളി. ജോഷിയേറ്റിന്റെ കേസ് മന്ത്രി കോടതിയിൽ പെൻഡിംഗ് നിൽക്കുകയാണ്, ഇപ്പോഴും പെൻഡിംഗ് നിൽക്കുകയാണ്. ഈ സമയത്താണ് AMT രൂപീകരിക്കപ്പെടുന്നത്. ഈ കൂട്ടത്തിൽ AMTയുടെ ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവർ വരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട AMT സഹോദരനെ ഞാൻ വിളിക്കുന്ന അവരെ സ്നേഹിച്ചുകൊണ്ടാണ്. എന്നെ പോലെ തന്നെയാണ് അവരും അൽമായനാണ്. പാവം തെറ്റിദ്ധരിക്കപ്പെട്ട അൽമായ. പണ്ടും ചില വൈദികർ പറയുന്നത് തന്നെയാണ് സത്യമെന്ന് വിശ്വസിച്ചിരിക്കുന്ന AMTക്കാർ. AMTയിലെ ഷൈൻ വർഗീസ് എന്ന് പറഞ്ഞ ആൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. അതിൽ ആദ്യമായിട്ടാണ് ഇടനിലക്കാരൻ സാജു വർഗീസ് പ്രതിയാവുന്നത്. ആ ഷൈൻ വർഗീസിന്റെ അഭിഭാഷകൻ ആരാണെന്ന് അറിയുമോ? അതാണ് ജോബി സിറിയൻ. കുര്യാക്കോസ് മുട്ടാടനച്ഛന് വേണ്ടിയും അഗസ്റ്റിൻ കൊട്ടോളിയച്ഛന് വേണ്ടിയും ജോസഫ് പാലക്കാട്ടലച്ഛന് വേണ്ടിയും CJM കോടതിയിൽ വക്കാലത്തിട്ട് അതേ അഭിഭാഷകനാണ് ജോബി സിറിയൻ. അവർ ഹാജരാക്കിയ രേഖ എന്തൊക്കെയാണെന്ന് അറിയോ? വൈദിക സമിതിയിൽ സമർപ്പിക്കാൻ വേണ്ടി ബെന്നി മാനാമ്പറമ്പിലച്ഛൻ തയ്യാറാക്കിയ കമ്മിറ്റി റിപ്പോർട്ട്. ആലഞ്ചേരി പിതാവ് ഒപ്പിടാത്ത, ആലഞ്ചേരി പിതാവ് അംഗീകരിക്കാത്ത കമ്മീഷൻ റിപ്പോർട്ടാണ് അവർ രേഖയായിട്ട് ഹാജരാക്കിയിരിക്കുന്നത്. കേസ് ഫയൽ ചെയ്തു, കേസ് മൂവ് ചെയ്തു. അന്ന് വൈകുന്നേരം ടുഡേ മൂവ് ചെയ്ത് 2 മണിയായപ്പോഴത്തേക്കും സ്ക്രോളിംഗ് വന്നു. കർദിനാളിനെ പ്രതിയായി കേസ് ഫയൽ ചെയ്തു. ഇത് കേട്ട് നമ്മൾ അരമനയിലേക്ക് ചെന്നു. ജോഷിയത്തിനെ കണ്ടു. ജോഷിയത്തെ കേസ് വന്നെന്ന് പറയുന്നു. ജോഷിയത്തെ കേട്ടു. ഞാൻ പറഞ്ഞു, അച്ഛ കേസ് ഹൈക്കോടതിയിൽ വന്ന കമാൽ പാഷയുടെ ബെഞ്ചിലാണ്, ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഇടയന്റെ പിതാവ് പറയുന്നതായി വക്കീലന്മാർ കേസ് കൊടുക്കരുത്. എന്റെ ചെറിയ അറിവുകൊണ്ട് പറഞ്ഞതാണ്. അച്ഛന് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് ഉറപ്പും പറഞ്ഞു പോന്നു. പിറ്റേ ദിവസം രാവിലെ 9:30 അച്ഛൻ വിളിക്കുകയാണ്. ഇവിടെ ലിറ്റോ പാലത്തിങ്കൽ വക്കാലത്തുമായി ഒപ്പിടാൻ വന്നിരിക്കുകയാണ്. വലിയ പിതാവിനെ ഒപ്പിടാൻ മുകളിലേക്ക് കയറി. ഞാൻ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു കാരണവശാലും സമ്മതിക്കരുത് എന്ന്. കോടതിയിൽ നിന്നും നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ വക്കാലത്ത് ഫോമുകളുമായിട്ട് ലിറ്റോ പാലത്തിങ്കൽ എന്ന് പറഞ്ഞ വക്കീൽ വന്നു. അതാ പറഞ്ഞ ലിറ്റോയുടെ പേര് ഓർത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇടയന്റെ പിതാവിന് കഴിഞ്ഞ 18 വർഷമായിട്ട് സേവ ഫാമിലി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്.
ആ സംഘടനയെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇന്നൊരു ദിവസം പറഞ്ഞാൽ തരില്ല. ആ ഒരു സംഘടനയിലേക്ക് കാനഡയിൽ നിന്നും ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ട്, ഒരുപാട് കോടികൾ വരുന്നുണ്ട്. ആ ഫണ്ടിന്റെ, ആ ബോർഡിന്റെ ചെയർമാൻ ഇടയന്ത്രത്തെ പിതാവാണ്. വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങളത് വീട്ടിൽ പോയി നെറ്റ് നോക്കണം. സേവ് ഫാമിലി ഇന്ത്യ എന്ന് അടിച്ചാൽ അതിന് വെബ്സൈറ്റിൽ വരും. ബോർഡ് കമ്മിറ്റീസ് ചെയർമാൻ സെബാസ്റ്റ്യൻ ഇടയന്ത്രൻ, അതിലെ ഒരു അംഗമാണ് ലിറ്റോ പാലത്തിക്കൽ അഡ്വക്കേറ്റ്. ലിറ്റോ പാലത്തിക്കൽ വന്നു. സിനഡ് അധികാരങ്ങളെല്ലാം ഇടയന്ത്രത്തെ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേസ് നടത്താനുള്ള അധികാരവും ഇടയന്ത്രത്തെ പിതാവ് പറഞ്ഞു. ആളഞ്ചേരി പിതാവ് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു, മോർച്ചുജുറത്തിൽ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു. ജോഷിയച്ചൻ ഒപ്പിട്ട് കൊടുത്തില്ല. ജോഷിയച്ചൻ പറഞ്ഞു, എന്റെ വീട്ടുകാർ പറഞ്ഞു കേസ് വീട്ടുകാർ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ജോഷിയച്ചൻ ഒപ്പിട്ട് കൊടുത്തില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടുന്നത്. അപ്പോഴാണ് എന്താണ് കേസെന്നും കേസിൽ രേഖകളെന്നാണ് മനസ്സിലാക്കുന്നത്. പിതാവിന് വേണ്ടി, മോൺസിഞ്ഞോർക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെയാണ് അവർ കണ്ടെത്തിയത്. എസ് ശ്രീകുമാർ എന്ന അഭിഭാഷകൻ. ചാനലുകാരും പത്രങ്ങളും അദ്ദേഹത്തെ കളിയാക്കി. ഇന്നും ട്രോളിംഗ് ഉണ്ട്. CBCI പറഞ്ഞു അഭിഭാഷകന് വീഴ്ച പറ്റിയതാണ്. എസ് ശ്രീകുമാർ സാറിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. എസ് ശ്രീകുമാർ സാർ കേരളത്തിലെ പ്രഗത്ഭനായ അഭിഭാഷകനാണ്. CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി ഒത്തിരി വർഷം നിന്നിട്ടുള്ള ആളാണ്. അപ്പൊ ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി? നമ്മുടെ ബഹുമാന്യ ജഡ്ജ് വിധിച്ചപ്പോൾ 3-4 ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ വിധിയിൽ എഴുതി. ആ വിധിയിൽ അത് തങ്കലിപികൾ അടിച്ചു ചേർക്കുമ്പോൾ, തങ്കലിപികൾ എന്ന് പറയുന്നത് ഇടയന്ത്രത്തെ പിതാവിനെ സംബന്ധിച്ചിട്ടാണ്. ഇടയന്ത്രത്തെ പിതാവിനെ മനസ്സിൽ സന്തോഷം ഏൽപ്പിക്കുന്ന തങ്കലിപികൾ അടിച്ചു ചേർത്തപ്പോൾ ആ കാര്യങ്ങൾ ഒരാഴ്ച മുമ്പേ ചാനലുകളിലൂടെ വന്നതാണ്. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ പട്ടാളക്കാർ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് കുറ്റവിചാരണ നടത്തുമ്പോൾ പീലാത്തോസ് കർത്താവിനോട് ചോദിച്ചു, നീ രാജാവാണോ എന്ന് ചോദിച്ചു. നമ്മൾ ബൈബിളില് പീഡാനുഭവത്തിന്റെ ആ ഭാഗം എടുത്ത് വായിക്കണം. യേശുവിന്റെ ജീവിതവുമായിട്ട് പിതാവിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒത്തിരി സമയമുണ്ട്. അതേ ചോദ്യമാണ് കോടതി ചോദിച്ചത്. ന്യായാധിപൻ ചോദിച്ചു പീലാത്തോസിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട്, പിതാവ് രാജാവാണോ എന്ന്. പിതാവിന്റെ സ്ഥാനത്താണ് വക്കീൽ നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞ ഉത്തരമല്ല പറഞ്ഞത്, ആ രാജാവാണ്. ജഡ്ജിനെ തെറ്റി പറയാൻ പറ്റില്ല. ജഡ്ജി എഴുതിയത് കളവൊന്നുമല്ല, ഞാൻ കേട്ടതാണ്. എന്നെപ്പോലെ ഒരുപാട് വക്കീൽമാർ കേട്ടതാണ്. ഇവിടെയുണ്ട്, ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ജോൺ വർഗീസ് സാറിനെ കുറിച്ച് നോക്കുക. അദ്ദേഹമൊക്കെ കോടതിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ഈ ചോദ്യത്തിന് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. എസ് ശ്രീകുമാർ സാറിന്റെ പ്രാക്ടീസും അത്രയും അറിവും അത്രയും ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഞെട്ടിപ്പോയി. രണ്ടാമത് ചോദിച്ചു, ആർഗ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ചോദിച്ചു, അപ്പോൾ ഈ ക്യാനലിനൊന്നും കർദിനാളിനെ ബാധിക്കില്ല? ഇല്ല. മൂന്നാമത് ചോദിച്ചു, കർദിനാളിനെ പോപ്പിന് മാത്രമാണ് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അതെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? LLB ഒന്നും പഠിക്കാത്ത, 8ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ചരിത്രം പറയുമോ ഇങ്ങനെ? അതിന് പിന്നിലാണ് ചതിയുണ്ടെന്ന് പറഞ്ഞത്. ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിനെക്കാട്ടിൽ കൂടുതൽ, അതിൽ കൂടുതൽ നാണക്കേടുണ്ടായില്ലേ കർദിനാളിന്? അന്ന് വരെ കർദിനാളിന്റെ കൂടെ നിന്ന വിശ്വാസികൾ ആ ഒരൊറ്റ വാദം ചാനലിൽ വന്നപ്പോൾ കർദിനാളിനെതിരായില്ലേ? നിങ്ങൾ പലരും എതിരായിട്ടുണ്ടാവില്ലേ? ഒരു പിതാവ് അങ്ങനെ പറയാമോ? ചങ്ക് തകർന്ന ഞങ്ങൾ പിതാവിനെ സ്നേഹിക്കുന്ന അഭിഭാഷകർ കോടതിയിൽ നിന്ന് ഇറങ്ങിയത്. സംഭവിച്ചത ഒട്ടും കാണുന്നില്ല. പക്ഷേ ദൈവം ഇടപെട്ടവിടെ ഇതെല്ലാം ജഡ്ജിനെ കൊണ്ട് ദൈവം ജഡ്ജ്മെന്റിൽ എഴുതിച്ചു. ഇതെല്ലാം ദൈവം ജഡ്ജ്മെന്റിൽ എഴുതിച്ചു. 1.5 പേജിൽ തീരാവുന്ന ജഡ്ജ്മെന്റ്
47 പേജ് ജഡ്ജ്മെന്റ് എഴുതി. അതുകൊണ്ട് അപ്പീൽ കൊടുത്തപ്പോൾ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്നപ്പോഴേ സ്റ്റേ കിട്ടി. AMTക്കാർ, പ്രിയപ്പെട്ട AMTക്കാർ, അതിന് ഒരാഴ്ച മുമ്പേ ചീഫ് ജസ്റ്റിസിനെതിരെ എല്ലാ ആരോപണങ്ങളും ഉയർത്തിവിട്ടു. ക്രിസ്ത്യാനിയാണ്, ജഡ്ജായപ്പോ ക്രിസ്ത്യാനിയായ തെറ്റില്ല, ചീഫായപ്പോ തെറ്റില്ല. ബഹുമാനപ്പെട്ട കമാൽ പാഷ ജഡ്ജിമെന്റ് പറഞ്ഞപ്പോ തെറ്റൊന്നുമില്ല. ചീഫ് കേസെടുത്തപ്പോൾ അത് തെറ്റായിപ്പോയി. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഏത് കോടതി എടുത്താലും അതേ പറയൂ, വക്കീൽ എഴുന്നേറ്റ് നിന്നാൽ മതി, ആ ജഡ്ജിമെന്റ് സ്റ്റേ ചെയ്യും, ആ ജഡ്ജിമെന്റ് അസ്ഥിരപ്പെടുത്തും. അത്രയ്ക്ക് ഭീകരമാണ് ആ ജഡ്ജിമെന്റ്. അതാണ് പറഞ്ഞത്, ആ വലിയ ഗൂഢാലോചനയുടെ ഒരു വലിയ ഗൂഢാലോചന രേഖയാണ് ആ ജഡ്ജിമെന്റ്. നിങ്ങൾ മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കാനാണ് ആ ജഡ്ജിമെന്റ്. കർദിനാളിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ 2 ദിവസം വൈകിയപ്പോഴത്തേക്കും കണ്ടക്ടർ കോർട്ട് ഫയൽ ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്തു. ആഘോഷിച്ചില്ലേ? എല്ലാവരും ആഘോഷിച്ചില്ലേ? എല്ലാവരും ആഘോഷിച്ചു. കർദിനാളിനെതിരെ കേസെടുക്കാൻ പിന്നീട് നമ്മൾ കണ്ടില്ലേ, സേവ്യർ തേലക്കാട്ടച്ചൻ മലയാറ്റൂർ കുത്തേറ്റ് മരിച്ച ദാരുണമായ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സഭയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് നടന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് മലയാറ്റൂർ മലയിൽ അടയാളമാണത്, അടയാളമായിരുന്നു. ആ അടയാളം കണ്ട് നമ്മുടെ പിതാക്കന്മാർ അടങ്ങിയിരുന്നെങ്കിൽ, നമ്മുടെ വിവിധ വൈദികന്മാർ അടങ്ങിയിരുന്നെങ്കിൽ പിതാവിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യില്ലായിരുന്നു. അതൊരടയാളമായിരുന്നു. പഠിച്ചില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? എറണാകുളം ബസിലിക്കയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 458 അച്ഛന്മാർക്കും വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. സേവ്യർ തേലക്കാട്ടച്ചന്റെ അനുസ്മരണ യോഗം എല്ലാവരും പങ്കെടുക്കണം. മെസ്സേജ് അയച്ചു. അച്ഛന്മാരെല്ലാവരും അവിടെ ബസിലിക്കയിൽ ഒത്തുചേർന്നു. 112 അച്ഛന്മാർ പങ്കെടുത്തു. എണ്ണിയതാ, കാരണം ആരൊക്കെ വരുന്നതെന്ന് അറിയാൻ നമ്മൾ പോയിരുന്നു. എണ്ണിയതാ. അനുസ്മരണ യോഗം കഴിഞ്ഞു. മിടുക്കനായ വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാണച്ചൻ ഭംഗിയായിട്ട് പറഞ്ഞു, നമുക്ക് അനപനവരെ ഒന്ന് പോകണം. സഭയുടെ ഇപ്പോഴത്തെ ദാരുണമായ അവസ്ഥയിൽ നമുക്കൊരു റെപ്രസെന്റേഷൻ കൊടുക്കണം പിതാക്കന്മാർക്ക്. സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് സങ്കടമുണ്ട്, നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കണം. അപ്പോഴാണ് അവിടെ വന്ന പകുതി വൈദികർക്ക്, സത്യസന്ധരായ നീതിമാന്മാരായ വൈദികർക്ക് ചതി മനസ്സിലാക്കിയത്. അവിടെ നിന്ന് ഒരു മതിലാണ്, ബസിലിക്കയുടെ ഉള്ളിലെ മതിലൂടെ അരമനയിലേക്ക് കയറാം. ബസിലിക്കയിൽ പോയിട്ടുള്ളവർക്കറിയാം. അതിന് പകരം അവർ റോഡിലൂടെ ഇറങ്ങി പൊതുജന മധ്യത്തിലൂടെ കേവലം 60 താഴെ വൈദികർ. ആ ഫോട്ടോയും ചാനലിലൂടെയൊക്കെ നിങ്ങൾ കണ്ടു. അത് കണ്ട കൃത്യമെണ്ണം 60 താഴെ വൈദികരെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരുടെ പിരിഞ്ഞുപോയി. അവർ ഒരു ജാഥ പോലെ വന്നു, അരമനയിലേക്ക് കയറി. അവർ അരമനയിൽ വരുമ്പോൾ അവർക്കറിയാം എടയന്തന്റെ പിതാവും ജോസ് പിതാവും അവിടെ ഇല്ല എന്നുള്ളത്. അവർ സിനഡ് വിളിപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് എന്നുള്ളത്. സിനഡ് വിളിപ്പിച്ച് 12 മണിക്ക് സെന്റ് തോമസ് മൗണ്ടിലേക്ക് പോയ സഹായമെത്രന്മാരെ കാണാൻ വേണ്ടിയാണ് ഇവർ ജാതിയായിട്ട് പോയത്. അൽമായരല്ല ജാഥ നടത്തിയത്. അൽമായരല്ല ജാഥ നടത്തിയത്. ലോഹയണിഞ്ഞ വൈദികരാണ്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന വെള്ള ലോഹയണിഞ്ഞ വൈദികരാണ് ജാതിയായിട്ട് പോയത്. ഇതാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ വിശ്വാസം. ഇതാണ് ക്ഷമയുടെ പര്യായം. നമ്മളൊന്ന് ചിന്തിക്കണം. അവർ അവിടെ ചെന്നു. അരമനയുടെ മുമ്പിൽ പതിവ് പോലെ മുണ്ടാളച്ചൻ പത്രസമ്മേളനം വിളിച്ചു. ചാനലുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്റെ അച്ഛൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ പോയി നോക്കണം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കളവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഖേദമുണ്ട്.
ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കർദിനാളിനെതിരെ FIR രജിസ്റ്റർ ചെയ്തതിൽ ഞങ്ങൾ ഖേദിക്കുന്നു, ഞങ്ങൾക്ക് വിഷമമുണ്ട്. മുണ്ടാളച്ചന്റെ വാക്കുകളാണ്. നന്നായിട്ട് അഭിനയിച്ചു ചാനലുകാരുടെ മുമ്പിൽ. പക്ഷേ 85 ലക്ഷം രൂപ നമ്മൾ മാസം കഷ്ടപ്പെട്ടാണ് നമ്മൾ പലിശ കൊടുക്കുന്നത്. ഒരു വർഷം എത്ര കോടി രൂപയാണ് പലിശ കൊടുക്കുന്നത്? അത് ഓർക്കുമ്പോഴാണ് ചങ്ക് തകരുന്നത്. പ്രിയപ്പെട്ടവരെ, മുണ്ടവൻ അങ്കമാലി ലെറ്ററായിരിക്കുമ്പോഴാണ് അങ്കമാലിയിലെ കിഴക്കേ പള്ളി വളരെ മനോഹരമായി പുതുക്കി പണിതത്. അധിക നാളായിട്ടില്ല, കേവലം ഒരു 2 വർഷമായിട്ടുള്ളൂ. അച്ഛന്റെ വീട്ടിൽ നിന്നും വിഹിതം കൊണ്ടുവന്ന പൈസക്കല്ല ആ പള്ളി പുതുക്കി പണിതത്, വിശ്വാസികളുടെ പൈസക്കാണ് ആ പള്ളി പുതുക്കി പണിതത്. നിങ്ങൾ മനസ്സിലാക്കണം. എടപ്പള്ളി പള്ളി പണിതു. എടപ്പള്ളി പള്ളി ഏതെങ്കിലും വൈദികരുടെ വീട്ടിൽ നിന്ന് വിഹിതം കൊണ്ടുവന്നിട്ടാണോ? അല്ല, വിശ്വാസികളുടെ പൈസക്കാണ്. അപ്പോൾ ഈ പലിശ കൊടുക്കാൻ വേണ്ടി അച്ഛൻ ഉറക്കം കളയേണ്ട കാര്യമില്ല, ഒരു വൈദികനും ഉറക്കം കളയേണ്ട കാര്യമില്ല. ലിസി ഹോസ്പിറ്റലിലെയും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെയും വരുമാനത്തിന്റെ 4 മതി. ഈ ലോണൊക്കെ സുഖമായി കളഞ്ഞു പോകും. വേണ്ട, വാടക കിട്ടുന്ന പൈസ മതി. ഒരു വിശ്വാസിയും നേരത്തെ പൈസ ഇട്ടിട്ട് ആ ലോൺ അടയ്ക്കേണ്ട കാര്യമില്ല. അതിനുശേഷം അച്ഛൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. പലരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമാണ്. കേരളക്കാർ എന്തുകൊണ്ട് ഏറ്റുപിടിച്ചില്ല? ഭാഗ്യം എന്ന് ഞാൻ പറയുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞു, മലയാറ്റൂർ പള്ളിയിൽ തേലക്കാട്ടിലത്തിനെ കപ്പിയാര് 6ാം സ്ഥലത്ത് വെച്ച് കുത്തിക്കൊന്നതിൽ ഗൂഢാലോചനയുണ്ട്. ഏത്? കർദിനാളെ മുഖേന കടം വന്നു, FIR രജിസ്റ്റർ ചെയ്തു. അതിന് കൂടെ പറയുകയാണ് തേലക്കാട്ടിലച്ഛന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന്. സമയം കിട്ടുമ്പോൾ ചാനലുകാർ കൂട്ടി വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ അച്ഛൻ നമ്മൾ എന്ത് പേരിൽ വിളിക്കണം? എന്ത് പേരിൽ വിളിക്കണം ആ അച്ഛനെ? അതിന് മറുപടിയാണ് PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് മറുപടിയാണ് PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കുടുംബത്തിൽ ജനിക്കണം, കുടുംബത്തിൽ ജനിക്കണം വൈദികർ. ഇനി സീറോ മലബാർ സഭ അടുത്ത പ്രാവശ്യം മുതൽ വൈദിക സെമിനാരിക്ക് കുട്ടിയെ എടുക്കുമ്പോൾ ഒരു 7 തലമുറയെങ്കിലും അന്വേഷിക്കണം അവന്റെ പാരമ്പര്യം. ഒരു വൈദികനില്ലെങ്കിലും, ഒരു ഇടവകയിൽ ഒരു വൈദികനൊന്നും വേണ്ട, ഒരു 5 ഇടവകയിൽ വൈദികനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലവരാണെങ്കിൽ, വിശുദ്ധ വൈദികരാണെങ്കിൽ, വിശുദ്ധ വൈദികന്റെ തിരുവസ്ത്രത്തെയാണ് ഇവർ കളങ്കപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ പറയണം, വൈദിക സെമിനാരിയിൽ കുട്ടികളെ എടുക്കുമ്പോൾ കുടുംബത്തിൽ പിറന്നവരായിരിക്കണം, പാരമ്പര്യം നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് വൈദിക കുട്ടികളില്ലെങ്കിൽ അവിടുന്ന് ഇവിടെ നോക്കി എടുത്ത് ഇതുപോലെ ഇരിക്കും, വിഷമിച്ചിട്ട് കാര്യമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗൂഢാലോചന. അപ്പോൾ ചാനലുകാർ ആരെങ്കിലും ഏറ്റുപിടിച്ചാൽ ഇനി അതും കൂടി അന്വേഷിച്ചു പോയി കർദിനാൾ ആ ഒരു ആരോപണം കൂടി വന്നാൽ കർദിനാൾ രാജിവെച്ചാലോ? ഇതിനിടയിൽ ഇതേ സ്ഥലത്ത് വെച്ചതിന് മുമ്പ് പത്രസമ്മേളനം നടത്തി. സിനഡ് കഴിഞ്ഞ് ഈ സിനഡിന് മുമ്പ് വൈദിക സമിതി കമ്മീഷണർമാർ തയ്യാറാക്കിയ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി വൈദിക സമിതി ചേരുന്നു. അന്ന് വൈദിക സമിതി നടന്നില്ല. ചാനലുകളിലൂടെ പത്രക്കാരെ വെച്ച് മുണ്ടാടനത്തിൽ പറഞ്ഞു, 3 പേര് ചേർന്ന്, ആ വാക്കുകൾ ശ്രദ്ധിക്കണം, 3 പേര് ചേർന്ന് കർദിനാളിനെ തടഞ്ഞു വെച്ചതിനാൽ വൈദിക സമിതി നടന്നില്ല എന്ന് അന്നത്തെ അച്ഛനോട് ചിരിച്ചിരിച്ചു. നമ്മുടെ രൂപതയുടെ വക്താവ് കരയുടെ അച്ഛനോട് ചിരിച്ചിരിച്ചു. ചാനലുകാരൊക്കെ മനസ്സിലായി. നിങ്ങൾ അത് നോക്കണം. അച്ഛനത് പറയുമ്പോൾ അച്ഛന്റെ തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. എല്ലാവരും ചോദിച്ചു, നീയും ഉണ്ടാകത്തിന്റെ ആളാണെന്ന്. അതിനുശേഷം അച്ഛൻ പറഞ്ഞ് തീർന്നപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ചാനലുകാരെ എല്ലാവരും കാണിച്ചില്ല, ഏതോ ഒരു ചാനലുകാർ കാണിച്ചുള്ളൂ, യൂട്യൂബിലുണ്ട്. ഈ അച്ഛൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് ചാനലുകാർ കാണിച്ചില്ല. കാരണം ചാനലുകാർക്ക് പൈസ കൊടുക്കാൻ എനിക്ക് കഴിയില്ലാത്ത കാരണം, എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത് കാണിക്കില്ല. അന്ന് അവിടെ 35ഓളം ആളുകൾ ഓടിയെത്തി. ഇവിടെ നിന്ന് കഞ്ഞണി കരട്ടിക്കാലായി തൊട്ട് AKCCയുടെ സംസ്ഥാന സഭയുടെ AKCCയുടെ പ്രസിഡന്റായിരുന്ന അഗസ്റ്റിൻ സാറ്, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി സിനഡംഗമായിരുന്ന സാബു ചേട്ടൻ, അങ്ങനെ
35ഓളം ആളുകൾ അൽമായർ അവിടെ ഉണ്ടായിരുന്നു. 3 പേരല്ല. അവരവിടെ ഓടിയെടുത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല. വൈകുന്നേരം നടക്കുന്ന 2:30 നടക്കുന്ന വൈദ്യുതി സമിതിയിൽ സമർപ്പിക്കാൻ രഹസ്യമായി സമർപ്പിക്കാൻ പോകുന്ന കമ്മീഷൻ റിപ്പോർട്ട് രാവിലെ മുതൽ ചാനലുകളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസക്ത ഭാഗങ്ങൾ ഫോട്ടോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ അരങ്ങേലേക്ക് വന്നത് പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇത് ചതിയാണ്. ചാനൽ റിപ്പോർട്ട് വന്നു, പിതാവ് വിശ്വസിച്ചില്ല. അങ്ങനെ എങ്ങനെ വരിക? ഞാൻ അംഗീകരിച്ച് വന്ന ശേഷമല്ലേ പുറത്തു വരാൻ പാടുള്ളൂ. ടി വി വെച്ച് നോക്കൂ. പിതാവിനെ ടി വി വെച്ച് നോക്കി കാണിച്ചു കൊടുത്തു. ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സഹായ മെത്രാന്മാരായ 2 മെത്രാന്മാരെ ഞങ്ങൾ കണ്ടു പറഞ്ഞു, ആലഞ്ചേരി പിതാവ് ആ റൂമിൽ നിന്നും വൈദിക സമിതി നടക്കുന്ന ഹാളിലേക്ക് വന്നാൽ ഈ വൈദിക സമിതി കഴിഞ്ഞ ഒരൊറ്റനും പുറത്തു പോകില്ല. ഇവിടെ ചോരപ്പുഴ ഒഴുകും. അതുകൊണ്ട് മെത്രാന്മാരെ നിങ്ങൾ ഇതിനെ കൂട്ടി നിൽക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും ആലഞ്ചേരി പിതാവിനെ തടഞ്ഞു വെച്ചിട്ടില്ല. ഞങ്ങൾ തടഞ്ഞു വെച്ചത് സഹായ മെത്രാന്മാരെയാണ്. അവർ അങ്ങനെയായിരുന്നു പറയുന്നത്. ഞങ്ങളുടെ പിതാവിനെ തടഞ്ഞു വെക്കണം, ഞങ്ങൾ സ്നേഹിക്കുന്ന പിതാവിനെ ഞങ്ങൾ തടഞ്ഞു വെക്കണം. ഈ വൈദിക സമിതി അന്നേരം നടന്നായിരുന്നെങ്കിൽ അന്ന് നമ്മുടെ പിതാവ് രാജിവെക്കേണ്ടതും അവസ്ഥ സംജാതമാകുമായിരുന്നു. അതധികം ആർക്കും അറിയില്ല. കാരണം ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത അതേ സാഹചര്യം, അതേ സമ്മർദ്ദം, അതേ പ്രശ്നം പിതാവിൽ ചെലുത്തി പിതാവിന്റെ രാജി അവർ എഴുതി മേടിക്കുമായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് പിതാവിനെ കണ്ട് വൈദിക സമിതിയിൽ മാത്രം വായിക്കാൻ എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് എഴുതി മേടിച്ചു. അതാണ് ആലഞ്ചേരി പിതാവിന്റെ ജാഗ്രതപ്രവൃത്തി ഞാൻ പറയുന്നത്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അൽമായർ തടഞ്ഞു വെച്ചത് കൊണ്ട് എനിക്ക് ഇത് പങ്കെടുക്കാൻ പറ്റുന്നു. ആലഞ്ചേരി പിതാവ് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പിതാവിനോട് പറഞ്ഞു. ഞങ്ങൾ പിതാവിനെ തടഞ്ഞു വെച്ചില്ലല്ലോ. പിതാവ് അത് അവര് സഹായപത്രം പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ എഴുതിയതാണ്. കാര്യമാണ് സഹായപത്രം ചെയ്തത്. വൈദിക സമിതിയിൽ മാത്രം വായിക്കാൻ എന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി മേടിച്ചിട്ട് ചാനലിലേക്ക് കൊടുത്തില്ലേ? ഇങ്ങനെ കൈപ്പടയിൽ എഴുതിയ ആ ചെറിയ കടലാസ് കഷ്ണം സഹായപത്രം ചെയ്ത് സഹായം ആലഞ്ചേരി പിതാവ് പത്രക്കാരൻ മുമ്പിൽ വിളിച്ചു പറയണോ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ശബ്ദം വിളിച്ചു പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന ഗൂഢാലോചനകൾ. ഏകാലം കൊണ്ട് കേസ് കൊടുത്തു. ഈ കേസിൽ ഹാജരായത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകനാണ് ANTക്ക് വേണ്ടി ഹാജരായത്. ANTക്കാരെ, നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തുറന്നു പറയണം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്. അത് ഫയൽ ചെയ്ത ഷൈൻ വർഗീസിന് ലക്ഷങ്ങൾ മുടക്കി രാമപുര സർവീസ് ഒരു ഹിയറിംഗിന് 3 ലക്ഷം രൂപ മേടിക്കുന്നത്. 4 ദിവസം 4 ഹിയറിംഗ് ഉണ്ടായിരുന്നു. ജോബി സിരേഖ് എന്ന അഭിഭാഷകൻ ഫയൽ ചെയ്തു ഹാജരായ രാമപുര സാർ. നിങ്ങൾ വെറുതെ അന്വേഷിച്ചു നോക്കൂ. നിസ്സാര കേസിന് മിനിമം 3 ലക്ഷം രൂപ മേടിക്കുന്നത്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പോൾ വാദിക്ക് വേണ്ടിയും പ്രതിക്ക് വേണ്ടിയും അഭിഭാഷകരെ നിശ്ചയിച്ച് അവർക്ക് പണം കൊടുത്തത് ഇടയന്റെ പിതാവാണ്. SVM സാറിനെ ബ്രീഫ് ചെയ്ത ലിറ്റോ പാർട്ടികളാണ്. കാനൻ ലോയുടെ 5-6 ബുക്കുകളുമായിട്ട് സാറിനോട് പറഞ്ഞു, സാറേ ഈ കാനൻ ലോ മാത്രം ആർഗ്യൂ ചെയ്താൽ മതി, വേറെ ഒന്നും ആർഗ്യൂ ചെയ്യണ്ട. വളരെ തിരക്കുള്ള ശ്രീകുമാർ സാർ, അദ്ദേഹത്തിന് ഇങ്ങനെ ചതി പറ്റിയതെന്ന് ഞാൻ ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. സാധാരണ ഒരു ഭാഷ പറയുമ്പോൾ അങ്ങനെ വിശ്വസിച്ച് ലോകത്തിൽ വക്കീലന്മാരും ചെയ്യില്ല. കാനൻ ലോ എടുത്തു വെച്ച് ആർഗ്യൂ ചെയ്തു. കാനൻ ലോയിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. കാനൻ ലോയില് സഭയുടെ വസ്തു ഇടപാടുമായിട്ട് അരമനയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കാനൻ ലോയെ പ്രൊവൈഡ് ചെയ്യാം. സിവിൽ കോടതിയിലല്ല. കാനൻ ലോയിൽ പറയുന്നുണ്ട്, അതാത് രാജ്യത്തെ സിവിൽ കോടതികളെ ബഹുമാനിച്ചുകൊണ്ടും ആ സിവിൽ കോടതിയെ റിലേ ചെയ്തുകൊണ്ടും മാത്രമേ കാനൻ ലോയ്ക്ക് അസ്തിത്വമുള്ളൂ എന്ന് കാനൻ ലോയിൽ പറയുന്നുണ്ട്. അച്ഛന്മാരോട് ചോദിച്ചു നോക്കുള്ളൂ. അപ്പൊ പിന്നെ ഒരു അഭിഭാഷകൻ കാനൻ ലോ മാത്രമാണ് ആപ്ലിക്കബിൾ ആവൂ എന്ന് പറഞ്ഞാൽ
ചതിയല്ലാതെ വേറെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം അടിയന്തരത്തെ പിതാവാണ് ആളുചരി പിതാവിന് വേണ്ടി വക്കീലിനെ വെച്ചത്. അതുകൊണ്ട് സഭയ്ക്കുണ്ടായ ഡാമേജ് എത്രയാണ് നിങ്ങൾക്കറിയുമോ? അവിടെയാണ് ദൈവം ഇടപെട്ടു തുടങ്ങിയത്. അതിനുശേഷം അഭിഭാഷകർ, പിതാവിന് പറയുന്ന അഭിഭാഷകർ ഒന്നടങ്കം പറഞ്ഞു, ഇനി അവർ പറയുന്ന അഭിഭാഷകരെ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയാണ് അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ വന്നത്. ഇനി ഇവിടെ അഭിഭാഷകൻ വന്ന് ചതിച്ചാൽ ഇനിയും ഇത് താങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഡൽഹിയിൽ നിന്നും വരുന്ന ഹിന്ദുവായ അഭിഭാഷകൻ ഒരിക്കലും ഇത് ചതി ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് ഈ സത്യം മറന്നേക്ക് പുറത്തു വരും. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാം, നിങ്ങൾക്കൊന്ന് അഭിമാനിക്കാം. നിങ്ങളുടെ പുത്രനായ ആലഞ്ചേരി പിതാവ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധനാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ. നീതിമാനാണ് അദ്ദേഹം. അത്രയ്ക്ക് സഹനങ്ങൾ അദ്ദേഹം സഹിച്ചു. ഇതിൽ പേരും അവർ കൊന്നുകളയുകയായിരുന്നു. ആ അരമനയുടെ 4 ഭിത്തിക്കുള്ളിൽ വിങ്ങിപ്പൊട്ടി കണ്ണ് നിറഞ്ഞിരിക്കുന്ന പിതാവിനെ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഞാൻ എന്റെ ഹൃദയത്തിൽ തൊട്ട പറയുന്നത്, അദ്ദേഹം നീതിമാനാണ്. അദ്ദേഹം എന്തെങ്കിലും സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ്, സഭയെ ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്, ആ പള്ളത്തരങ്ങൾ പുറത്തറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സഹിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിൽ ജോബിന്റെ പുസ്തകത്തിൽ ദൈവം പിശാചിനോട് പറഞ്ഞു, ജോബിന്റെ ജീവനെ മാത്രം തുടരുത്, ബാക്കിയെല്ലാം എടുത്തില്ലേ. ഇതുപോലൊരു പരീക്ഷണമാണ്. പിതാവിന്റെ ജീവൻ മാത്രം അവരെടുക്കുന്നില്ല. ഞങ്ങൾ പലരും പറഞ്ഞ പിതാവിനോട് പറഞ്ഞു, പിതാവ് ഈ അരമനയിൽ താമസിക്കരുത്. കാരണം ഒരു പക്ഷേ ദൈവം എന്നൊരു നിമിഷം കണ്ണടച്ചാൽ നമ്മൾ ആ ദാരുണ വാർത്ത കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയ്ക്ക് തടിയന്മാരാണ് അവിടെ. ആലഞ്ചേരി പിതാവ് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഇടയത്തെ പിതാവ് പുത്രമാണെന്ന് പലർ അവിടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിതാവിനൊന്നും സംഭവിക്കില്ല. പിതാവിന്റെ രോമത്തെ പോലെ ഒരാൾ തൊടില്ല. കാരണം പിതാവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പോലീസുമല്ല, ദൈവമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാവൽ മാലാഖമാരെ അയച്ച് ദൈവമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം ഈ സത്യങ്ങളെല്ലാം പുറത്തറിയാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെ മുമ്പിൽ തലകുനിക്കട്ട, അങ്ങനെ ഒരു സാഹചര്യമില്ല. നിങ്ങൾക്ക് ആരുടെ മുമ്പിലും നെഞ്ചുയർത്തി തലയുയർത്തി നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ മകൻ, ഇപ്പൊ നമ്മുടെ എല്ലാം പിതാവ് ഒരു തെറ്റുകാരനല്ല, അദ്ദേഹം നീതിമാനാണ്. ഈ സഭയ്ക്ക് വേണ്ടിയാണ്, ഈ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ സഹനങ്ങൾ സഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് പോയി പറയണം, പിതാവ് എന്താണ് മിണ്ടാതിരിക്കുന്നത് ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് പിതാവ് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? സിനഡിൽ 32 ഉപരികളുടെ പദ്ധതികളുണ്ട്. സിനഡ് കമ്മീഷന്മാരായ 5 പിതാക്കന്മാരൊന്നുമല്ല. അവർ ശക്തരായിട്ട് എന്തുകൊണ്ട് വരുന്നില്ല? യാതൊരു ധാർമ്മികതയും തെറ്റിക്കാതെയാണോ കുറച്ച് വൈദികർ സമരം നടത്തിയത്? എന്തെങ്കിലും ധാർമ്മികത പറയുന്നവരാണോ? ഇതൊന്നും തെറ്റല്ലേ? ഈ വൈദികർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? ഒന്നും എടുത്തില്ല. ആരും എടുത്തില്ല. സിനഡ് എടുത്തിട്ടില്ല. അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ പിതാവിനോട് പോയിട്ട്. എന്തുകൊണ്ട് ഈ സത്യം ഒരു പള്ളികളും വിളിച്ചു പറയുന്നില്ല? ഇത് എറണാകുളം അങ്കമാലി അതിന് മാത്രം പ്രശ്നമായി അവിടെ ഒതുക്കി തീർന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ രാജ്യത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. നിങ്ങൾ എല്ലാവരോടും തുറന്നു പറയണം, നമ്മുടെ പിതാവ്, ചങ്ങനാശ്ശേരിക്കാരുടെ പുത്രൻ ആലഞ്ചേരി പിതാവ് വിശുദ്ധനാണ്, നീതിമാനാണ് എന്ന് നിങ്ങൾ തുറന്നു പറയണം. നിങ്ങൾ ഇവിടെ പോകുമ്പോൾ ആ തീരുമാനം എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, പ്രാർത്ഥനാപൂർവ്വം അപേക്ഷിക്കുന്നത്. ആ ഒരു തീരുമാനം എടുത്തിട്ടാണ്. ഇത് കേവലം ഭൂമി ഇടപാടല്ല. ഈ ഭൂമി മേടിക്കാൻ 10/2/2000
2018 അൽമായുടെ ഒരു കൺസോർഷ്യം പോയി പിതാവിന് ഇടയത്തിന്റെ പിതാവിന് അപേക്ഷ കൊടുത്തു. ഈ ഭൂമി ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ ഇതിനാവശ്യമായ തുക എടുത്തോളാം. ഒരു മാസം ഒരു മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് വെറും ഒരു ഭൂമി ഇടപാടല്ല. ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി സഭ പാത്രിക്കാസ് സഭയാകുമ്പോൾ ആലഞ്ചേരി പിതാവ് പാത്രിക്കസ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയണം. ആലഞ്ചേരി പിതാവ് പാത്രിക്കസ് ആയാൽ അതിന്റെ അഭിമാനം ആർക്കാണ്? സഭയ്ക്ക് മാത്രമാണ്. ചങ്ങനാശ്ശേരിക്കാരെ നിങ്ങൾക്കൊരു പ്രത്യേക അഭിമാനമില്ലേ? ലോകത്ത് ആദ്യമായിട്ട് പാത്രിക്കസ് ആവുമ്പോൾ ഇവിടെ നിന്ന് ഒരു പാത്രിക്കസ് വരുമ്പോൾ നിങ്ങളുടെ പുത്രൻ പാത്രിക്കസ് ആവുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പാടില്ലേ? അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾ ഇന്ന് മുതൽ വീട്ടിൽ പോയി പ്രാർത്ഥന ചെല്ലുമ്പോൾ, വിശ്വാസത്തോടെ പത്ത് ചെല്ലുമ്പോൾ കേവലം ഒരു രഹസ്യമെങ്കിലും നിങ്ങൾ പിതാവിന് വേണ്ടി ചൊല്ലണം. പിതാവിന്റെ ധൈര്യം കൊടുക്കാൻ, ആ കരങ്ങൾക്ക് ശക്തി പകരാൻ ഒരു രഹസ്യമെങ്കിലും ചൊല്ലാനുള്ള മഹാമനസ്കത കാണിക്കണം. ഈ പ്രശ്നമൊന്നും തീരാൻ ഞാൻ നിങ്ങൾ ഈ കുഞ്ഞ മുഖത്തോടെ ഇവിടെ ഇരിക്കുന്നത്, ദുഃഖഭാരത്തോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കത്തോലിക്കൽ നിന്ന് അഭിമാനിച്ച് ഇവിടുന്ന് പാലായിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മലബാറിലേക്ക് കൂടിയ ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ പോയി കത്തോലിക്കൽ നിന്ന് അഭിമാനിച്ച് നിൽക്കുന്ന അവരെല്ലാം ഇങ്ങനെ തലമുറിഞ്ഞ ഓരോ സ്ഥലത്തും പോകുന്നത്. അതിന് കാരണക്കാർ ഏതാനും ചില അംഗമായ വൈദികരാണ്. 10 പേരിലും എണ്ണാവുന്ന വൈദികർ. പേര് ഞാൻ എടുത്തൊന്നും കൂടി പറയുകയാണ്. സഹായമെത്രാന്മാരും, ഒരു പൊള്ളയിലച്ഛനും, ജോസഫ് പാറേക്കാട്ടിലച്ഛൻ, അഗസ്റ്റിൻ വട്ടോളിയച്ഛൻ, ജോയിസ് കൈതക്കോട്ടിലച്ഛൻ, പോൾ കരവനച്ഛൻ, കുര്യാദാസ് മുണ്ടാടനച്ഛൻ, ബെന്നി ഒരിക്കലും മറക്കാൻ പാടാത്ത പേരാണ്. ചങ്ങനാശ്ശേരി ഇടവഴി ഇവർ ആരെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അവരെ കൈവച്ചാൽ നിങ്ങൾ ആരെങ്കിലെന്ന് സഭ പറയും. അത്രയ്ക്ക് വൃത്തികെട്ടവരാണ്. ഇത്രയും ദോഷമായി പറയാൻ പാടുന്നതെന്ന് എനിക്കറിയില്ല. അച്ഛൻ ക്ഷമിക്കണം. മനസ്സിലെ വിഷമം കൊണ്ട്, വേദന കൊണ്ട് പറഞ്ഞതാണ്. ഇവർ മാത്രമാണ്. ഇപ്പോൾ ഇന്ന് വൈക്കത്തെ മീറ്റിംഗ് 6 മണിക്ക് വിളിച്ചിട്ടുണ്ട്. അവർ ഓരോ ഫോണുകളിലും അവരുടെ അധികാരം ഉപയോഗിച്ച് അച്ഛന്മാരെ ക്യാൻവാസ് ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഇത് തീക്കളിയാണ്. ഈ സഭയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ പിശാചിന്റെ സന്തതികൾ എന്ന് തന്നെ ഞാൻ അവരെ കുറിച്ച് പറയുന്നു. വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. കാരണം സേവ്യർ ഫാമിലി എന്ന സംഘടനയിലൂടെ കേവലം 1400 കോടിയിലധികം രൂപയാണ് ഇടയത്തെ പിതാവ് കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായി ഒരു വൈദികനായിട്ട്, 2 ചെയർമാനായിട്ട്, മെത്രാനായിട്ട് പോലും ആ സ്ഥാനം മാറാതെ ആ ഫണ്ട് ഉപയോഗിച്ച് വിധംസുഖ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആ മെത്രാന്റെ അവിശുദ്ധ കൈകളാണ് ഇതിന് പിന്നിൽ. ഞാൻ ധൈര്യപൂർവ്വം തന്നെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കുക. ഇതിൽ പറയാതെ വിട്ടുപോയൊരു പ്രധാന ഭാഗമുണ്ട്. ഈ പാത്രിക്കസ് പദവി മോഹിച്ചുകൊണ്ട് നിൽക്കുന്ന പലരുമുണ്ട്. എറണാകുളംകാരനായ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു പിതാവുണ്ട്. ഞാൻ പേര് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. കുര്യാക്കോസ് ഭരണകൂടകര. ഈ ഗൂഢാലോചന ഇവിടെയൊന്നുമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ, പുത്തൂർ പിതാവുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇനിയുണ്ട്. ഇനി തൊട്ടടുത്ത പ്രദേശത്തുള്ള ബിഷപ്പുമാരെ പലരുമുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അവരെല്ലാം ഞാൻ ഹൃദയത്തിൽ നയിക്കുന്നു. പക്ഷെ അവരൊക്കെ ഓർക്കണം, അവരെല്ലാം ഓർക്കണം. ഒരു സഹോദരന്റെ ജീവൻ കൊടുത്തുകൊണ്ട് അവർ ആ സ്ഥാനത്ത് വന്നാൽ അവരെ നോക്കി കാണിച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നത്. ഈ കള്ളനാണയങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നമ്മുടെ സഭാപിതാവിനെ, നിങ്ങളുടെ പുത്രൻ ആലഞ്ചേരി പിതാവിനെ നിങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കണം. നിങ്ങൾ എല്ലാ പിന്തുണയും കൊടുത്ത് ശക്തിപ്പെടുത്തണം. അറിയുന്നവർ, വിളിക്കുന്നവർ പിതാവിനോട് പറയണം, പിതാവേ ഞങ്ങൾ അങ്ങയോടൊപ്പം, ഞങ്ങൾ സീറോ മലബാർ സഭയോടൊപ്പം. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ഞങ്ങൾ അങ്ങയോടൊപ്പം, ഞങ്ങൾ സീറോ മലബാർ സഭയോടൊപ്പം. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും, നിങ്ങൾ ഓരോ പന്തകളും ഒരുക്കപ്പെടും. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്,
നിങ്ങൾ ആരാധനകൾ, നിത്യാരാധനകൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പിതാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പിതാവിന്റെ കരകൾക്ക് ശക്തി പകരാം. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രയും മാത്രം ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു അവസരം തന്നെ ഓർത്ത് വിശുദ്ധനായ നീതിമാനായ പിതാവിന്റെ മണ്ണിൽ എനിക്കിങ്ങനെ നിങ്ങളെ സംസാരിക്കാൻ വേദി ഒരുക്കിയ എല്ലാ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.